ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 5th ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന പാഠഭാഗത്തിലെ 77 തുടങ്ങി 81 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. ഇൻ ദിസ് വീഡിയോ വി വിൽ ചെക്ക് വാട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓരോന്നും ക്വസ്റ്റൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റൻ ആൻസേഴ്സ്. 9th question. What are the fundamental rights in the Constitution of India? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. നെക്സ്റ്റ് വൺ. വാട്ട് ആർ ദ ഐഡിയാസ് ഇൻ ദ റൈറ്റ് ടു ഇക്വാലിറ്റി? സമത്വത്തിനുള്ള അവകാശത്തിലെ ആശയങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ. എൻഷ്യൂർ ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പാക്കുക. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, ക്ലാസ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ജാതി, മതം, വർഗം, ലിംഗഭേദം അല്ലെങ്കിൽ ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുക. ഈക്വൽ ആക്സസ് ടു ഹോട്ടൽസ്, ഷോപ്സ്, വെൽസ്, പോൺസ്, ബാത്തിങ് ഗട്ട്സ് ആൻഡ് പബ്ലിക് റോഡ്സ്. ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, കുളിക്കടവുകൾ, പൊതുവഴികൾ എന്നിവയിൽ തുല്യ പ്രവേശനം. എൻഷ്യൂർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് ജോബ്സ്, പൊതുജോലികളിൽ തുല്യ അവസരം ഉറപ്പാക്കുക. പ്രൊഹിബിറ്റ്സ് അൺടച്ചബിലിറ്റി ആൻഡ് അബോളിഷസ് ടൈറ്റിൽസ്, തൊട്ടുകൂടായ്മ നിരോധിക്കുകയും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ. വാട്ട് ആർ ദ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 19? അനുച്ഛേദം 19 പരാമർശിച്ചിരിക്കുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും എന്തൊക്കെയാണ്? ആൻസർ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. നെക്സ്റ്റ് വൺ. ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ്, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. നെക്സ്റ്റ് വൺ. എലുസിഡേറ്റ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 വിശദീകരിക്കുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. Education was declared a fundamental right under Article 21A by the 86th Constitutional Amendment Act in 2002. In 2009, Parliament passed the Right to Education Act. The Act came into effect in April 2010. This Act ensures free, compulsory and quality education for all children between the age group of 6 and 14. 2002 86ാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ അനുച്ഛേദം 21A പ്രകാരം വിദ്യാഭ്യാസ മൗലിക അവകാശമായി പ്രഖ്യാപിച്ചു. 2009 പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കി. 2010 ഏപ്രിലിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഈ നിയമം ഉറപ്പാക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പ്രൊട്ടക്ട് ദ സിറ്റിസൺസ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം പൗരന്മാരെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതാണ് ചോദ്യം. ആൻസർ. എൻഷ്യൂർസ് എ സെക്യൂർഡ് ലൈഫ് ബൈ എലിമിനേറ്റിംഗ് എക്സ്പ്ലോയിറ്റേഷൻസ് ലൈക്ക് സ്ലേവറി, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ചൈൽഡ് ലേബർ. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത തൊഴിൽ, ബാലവേല തുടങ്ങിയ ചൂഷണം ഇല്ലാതാക്കി സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നു. Employing children under the age of 14 in mines, factories or other dangerous workplaces is prohibited. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ ഫാക്ടറികളിലോ മറ്റ് അപകടകരമായ ജോലിസ്ഥലങ്ങളിലോ ജോലിക്കെടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ. വാട്ട് ഡസ് ആർട്ടിക്കിൾ 23 ആൻഡ് ആർട്ടിക്കിൾ 24 എൻഷ്യൂർ? അനുച്ഛേദം 23 അനുച്ഛേദം 24 എന്താണ് ഉറപ്പാക്കുന്നത്? ആർട്ടിക്കിൾ 23 prohibits all forms of forced labor and human trafficking, declaring them illegal. എല്ലാത്തരം നിർബന്ധിത തൊഴിലും മനുഷ്യക്കടത്തും നിരോധിക്കുകയും അവയെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആർട്ടിക്കിൾ 24 എംപ്ലോയിങ് ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 14 ഇൻ മൈൻസ്, ഫാക്ടറീസ് ഓർ അതർ ഹസാർഡസ് വർക്ക് പ്ലേസസ് ഈസ് പ്രൊഹിബിറ്റഡ്. ഖനികളിലോ ഫാക്ടറികളിലോ മറ്റ് അപകടകരമായ ജോലി സ്ഥലങ്ങളിലോ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്കെടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് മെൻറ്റ് ബൈ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്?
Answer. The Constitution allows everyone in India the freedom to profess, practice, and propagate any acceptable religion. This right includes the freedom to act according to their conscience. The right to freedom of religion guarantees equal treatment and equal protection to all religions. ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. നെക്സ്റ്റ് വൺ. പ്രിപ്പയർ എ നോട്ട് ഓൺ ദി ടോപ്പിക് റിലീജിയസ് ഫ്രീഡം സ്ട്രെങ്തൻസ് ഇന്ത്യൻ സെക്യുലറിസം. ഇത് പേജ് നമ്പർ 80-ൽ ഫസ്റ്റ് പാരഗ്രാഫിന് താഴെയായിട്ട് ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന ചോദ്യമാണ്. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്: മതസ്വാതന്ത്ര്യം ഇന്ത്യൻ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. ഇന്ത്യ ഈസ് ഹോം ടു എ ഡിവേഴ്സ് റേഞ്ച് ഓഫ് റിലീജിയസ് ബിലീഫ്സ്. Coexistence is possible only by thinking and acting beyond religion. The freedom of each person to follow their own religious beliefs paves the way for mutual respect and coexistence. ഇന്ത്യയിൽ വിവിധ മതവിശ്വാസികൾ വസിക്കുന്നുണ്ട്. മതത്തിന് അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെയേ സഹവർത്തിത്വം സാധ്യമാകൂ. ഓരോരുത്തർക്കും സ്വന്തം മതവിശ്വാസങ്ങൾ അനുവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പരസ്പര ബഹുമാനത്തിനും സഹവർത്തിത്വത്തിനും വഴിയൊരുക്കുന്നു. Next one. How the cultural and educational rights help to protect the interest of minorities. ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ചോദ്യം. ആൻസർ. Cultural and educational rights are the means for minorities to preserve and develop their culture, language, and script. All religious, linguistic, and cultural minorities have the right to establish and run their own educational institutions. Through that, they can protect and nurture their own culture. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഇതുപ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. അതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും സാധിക്കും. നെക്സ്റ്റ് വൺ. വാട്ട് ആർ കോൾഡ് മൈനോറിറ്റീസ്? ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കുന്നത് എന്താണ്? ആൻസർ. മൈനോറിറ്റീസ് ആർ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹൂ ഫോളോ എ കോമൺ ലാംഗ്വേജ്, റിലീജിയൻ ഓർ കൾച്ചർ ആൻഡ് ആർ ഫ്യൂർ ഇൻ നമ്പർ ദാൻ അതർ ഗ്രൂപ്പ്സ് ഇൻ എ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ കൺട്രി ഓർ ദ ഹോൾ കൺട്രി. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് മെൻറ്റ് ബൈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊപ്പോസസ് റെമഡിയൽ മെഷേഴ്സ് ഇഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ്. ദിസ് ഈസ് നോൺ ആസ് ദി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആസ് പെർ ദിസ് റൈറ്റ്, ഇഫ് എനി ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈസ് വയലേറ്റഡ്, ആൻ ഇൻഡിവിജ്വൽ ക്യാൻ അപ്രോച്ച് ഐദർ ദി സുപ്രീം കോർട്ട് ഓർ ദി ഹൈക്കോർട്ട്സ് ഫോർ ദെയർ റെസ്റ്റോറേഷൻ. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പരിഹാര നടപടികൾ ഭരണഘടന നിർദ്ദേശിക്കുന്നു. ഇത് പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നാണ് അറിയപ്പെടുന്നത്. ഈ അവകാശം അനുസരിച്ച് ഏതെങ്കിലും മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഒരു വ്യക്തിക്ക് അവയുടെ പുനഃസ്ഥാപനത്തിനായി സുപ്രീം കോടതിയെയോ ഹൈക്കോടതികളെയോ സമീപിക്കാം. നെക്സ്റ്റ് വൺ. വാട്ട് ആർ കോൾഡ് റിട്സ്? എന്താണ് റിട്ടുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആൻസർ. റിട്സ് ആർ ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദി സുപ്രീം കോർട്ട് ഓർ ദി ഹൈക്കോർട്ട്സ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. നെക്സ്റ്റ് വൺ. അക്കോർഡിംഗ് ടു ഡോക്ടർ B.R. അംബേദ്കർ, വിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ് ഈസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഡോക്ടർ B.R. അംബേദ്കറുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഏത് മൗലികാവകാശമാണ്? ആൻസർ. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. നെക്സ്റ്റ് വൺ. Why is it said that the right to constitutional remedies is the most important of the fundamental rights? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇത് പേജ് നമ്പർ 81-ൽ മുകളിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ബോക്സിലെ ചോദ്യമാണ്. ആൻസർ. ഇറ്റ് മേക്സ് ദ അതർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എഫക്റ്റീവ്. ഇത് മറ്റു മൗലിക അവകാശങ്ങളെ ഫലപ്രദമാക്കുന്നു. നെക്സ്റ്റ് വൺ. ഇറ്റ് പ്രൊവൈഡ്സ് എ റെമഡി അഗെയിൻസ്റ്റ് ദ വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിനെതിരെ ഇതൊരു പ്രതിവിധി നൽകുന്നു.
ലാസ്റ്റ് വൺ, ഇറ്റ് എംപവേഴ്സ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ് ടു ഇഷ്യൂ റിട്സ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും റിട്ട് പുറപ്പെടുവിക്കാൻ ഇത് അധികാരം നൽകുന്നു. ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.